അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ മുത്തിൻ്റെ ചാരെ ഒരിക്കലെങ്കിലും എത്താനും റൗള ഷരീഫിലൊന്ന് കൺകുളരെ കാണുവാനും അവിടെ ഒന്ന് സുജൂദ് ചെയ്യുവാനും ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനീങ്ങളും ഈ ലോകത്തുണ്ടാവുകയില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ കഅബ ഷരീഫ് ഒന്ന് കാണുവാനും റൗള ഷരീഫ് ഒന്ന് ചുംബിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാത്ത വഴികളൊന്നുമില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാനേ കഴിയുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ പണമില്ല, അതിനുള്ള സാഹചര്യമില്ല, അതിനുള്ള വഴി തുറക്കുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീങ്ങുവാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ശക്തമായൊരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതുന്നത് വഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ എല്ലാ വാതിലുകളും തുറക്കാൻ കഴിയുന്നൊരു ശക്തമായ സൂറത്ത്. മക്കയിലേക്കും മദീനയിലേക്കും പോവാൻ പോലും അള്ളാഹു വഴി തുറക്കാൻ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ആ സൂറത്താണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഫതഹ് സൂറത്ത്. ഈ സൂറത്ത് എന്നത് തുറക്കൽ, വിജയം വഴി തുറക്കൽ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ എല്ലാ വാതിലുകളും തുറക്കാൻ കഴിയുന്ന ഒരു ശക്തമായ സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹ് ഓതുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ കിട്ടിയെന്ന് ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൂറത്ത് സ്ഥിരമായി ഓതുന്നവർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടഞ്ഞുപോയ അവസരങ്ങൾ തുറക്കും. നമ്മുടെ ഹൃദയത്തിലെ വിഷമങ്ങളെല്ലാം കുറയും. നമ്മുടെ യാത്രകളൊക്കെ എളുപ്പമാവും. ഹജ്ജ് ഉംറയും പോകാനുള്ള വഴികളൊക്കെ തുറക്കും. ഇത് ഒരു വാഗ്ദാനം പോലെയാണ്. അള്ളാഹു ഫതഹ് എന്നത് വാതിൽ തുറക്കുമെന്ന് പറയുന്നു. ഈ സൂറത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദിവസവും ഓതുന്നത് നല്ലതാണ്. ദിവസവും നമുക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത് തന്നെ എണ്ണം വെച്ച് ഓതാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം ഈ സൂറത്ത് ഓതുന്നത് വളരെ ഫലപ്രദമാണ്. ഈ സൂറത്ത് വളരെ ഭയഭക്തിയോടുകൂടി ദിവസവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് ഓതാൻ കഴിയുന്ന രീതിയിൽ ഓതിയതിന് ശേഷം നിശ്ചിത ദിവസം വെച്ച് ഓതുക. 11 ദിവസമോ 7 ദിവസമോ 21 ദിവസമോ ഇതിലേതെങ്കിലും മുമ്പ് നമ്മുടെ ആഗ്രഹം സഫലമാവുക തന്നെ ചെയ്യും. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഒരു ദിവസം പോലും മുടങ്ങരുത്. നിങ്ങളുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ അള്ളാഹു അത് വഴി തുറക്കുക തന്നെ ചെയ്യും. ഈ സൂറത്ത് ഓതുന്നതിലൂടെ കിട്ടുന്ന മറ്റു ഗുണങ്ങൾ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ സഹായമാകും. ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നു, നിന്റെ മുമ്പും ശേഷവുമുള്ള പാപങ്ങൾ മാപ്പാക്കാൻ അള്ളാഹു സഹായിക്കും. ഇത് നമ്മൾക്ക് വലിയൊരു സന്ദേശമാണ്. ഈ സൂറത്ത് ഓതുന്നതിലൂടെ തൗബയ്ക്ക് ശക്തി നൽകും. അള്ളാഹുവിനോട് അടുക്കാൻ കൂടുതൽ സഹായിക്കും. മനസ്സിന് ഒരുപാട് സമാധാനം നൽകും. ജീവിതത്തിൽ ടെൻഷൻ, ഭയം, വിഷമം ഉണ്ടെങ്കിൽ ഈ സൂറത്ത് ഹൃദയം ശാന്തമാക്കും. അതുപോലെ നമ്മൾ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. നമുക്കെന്തെങ്കിലും ജോലി കിട്ടാൻ താമസമുണ്ടാകുമോ, ബിസിനസ് മെച്ചപ്പെടാനോ, ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ ഈ സൂറത്ത് ഒരു വാതിൽ തുറക്കുന്ന അമൽ കൂടിയാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും, കാര്യങ്ങൾ ശരിയാകില്ലെന്ന് തോന്നാം. പക്ഷേ ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രയാസത്തിന് പിന്നാലെ വിജയം ഉറപ്പാണ്. ദുആ സ്വീകരിക്കപ്പെടാൻ എളുപ്പം സഹായമാകുന്ന സൂറത്തും കൂടിയാണിത്. ഈ സൂറത്ത് ഓതിയതിന് ശേഷം ചെയ്യുന്ന ദുആ കൂടുതൽ കബൂലാകാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് യാത്രകൾ, ഹജ്ജ്, ഉംറ, വലിയ ആഗ്രഹങ്ങൾ, ഇതിനൊക്കെ ഈ സൂറത്ത് ഓതുന്നതിലൂടെ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. ജീവനോപാധി വർദ്ധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, വരുമാനം കുറവുള്ളവർക്ക് ഈ സൂറത്ത് സ്ഥിരമായി ഓതുന്നവർക്ക് വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാവുകയും ചെയ്യും. ഭയത്തിൽ നിന്നും സംരക്ഷണം. ഭയം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കും. ഈമാൻ ശക്തമാക്കും. ഈ സൂറത്ത് ഓതുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വിശ്വാസം കൊണ്ട് എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് എന്ന് മനസ്സിലാകും. നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായമാകും.
ഈ സൂറത്ത് ഓതുന്നത് ഒരു മന്ത്രം പോലെയല്ല, അത് അള്ളാഹുവിനോട് ബന്ധം ശക്തമാക്കുന്ന വഴിയാണ്. നമ്മുടെ നീയത്ത് ശരിയായിരിക്കണം, വിശ്വാസത്തോടെ തന്നെ ഓതിയിരിക്കണം, ദുആയോട് കൂടി ചേർത്തിരിക്കണം. ദുആ ചെയ്ത് നമ്മുടെ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞനെ ഉപേക്ഷിച്ചാൽ നമുക്ക് തുറക്കാത്ത വാതിലുകൾ ഒന്നുമില്ല. അത് സൂറത്ത് ഓതുന്നവർക്ക് അടഞ്ഞുപോയ ജീവിതവാതിലുകൾ തുറക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമ്മൾ കണ്ണീരോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. യാ അല്ലാഹ്, വാതിലുകൾ തുറക്കുന്നവനെ, കാര്യങ്ങൾ എളുപ്പമാക്കുന്നവനെ, ഞാൻ ഇന്നും നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു തകർന്ന ഹൃദയവുമായാണ്. യാ റബ്ബേ, എനിക്ക് നിൻ്റെ ഭവനം കാണാൻ വളരെ ആഗ്രഹമുണ്ട്. നിൻ്റെ കഅബയുടെ മുമ്പിലും മദീന ഷരീഫിൽ വന്ന് സംസ്കരിക്കുവാനും വലിയ ആഗ്രഹമുണ്ട്. യാ അല്ലാഹ്, എൻ്റെ പാപങ്ങളാണ് ഇതിന് തടസ്സമെങ്കിൽ നീ അത് മാപ്പാക്കണമേ. എൻ്റെ വഴിയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യണേ യാ അല്ലാഹ്. നിൻ്റെ കരുണയുടെ വാതിലുകൾ എനിക്ക് വേണ്ടി നീ തുറക്കണമേ. എനിക്ക് പെട്ടെന്ന് നിൻ്റെ ഭവനം സന്ദർശിക്കാൻ ഭാഗ്യം തരണമേ. എൻ്റെ ഈ സ്വപ്നം നീ എടുത്തു കളയരുതേ യാ അല്ലാഹ്. എൻ്റെ നീ ദുആ നിരസിക്കരുതേ. നീ കേൾക്കുന്നവനും അടുക്കുന്നവനും കാണുന്നവനുമാണല്ലോ റബ്ബേ. അതുപോലെ ഇത് കാണുന്നതും കേൾക്കുന്നവരെ എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹം നീ സഫലമാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും നിൻ്റെ ഭവനം വന്ന് കാണുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നീ കാണുവാൻ